പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ശരിക്കും. പക്ഷെ നമുക്കിപ്പോൾ സമയപരിമിതി ഉണ്ടല്ലോ. പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ നമ്മളെത്ര പറഞ്ഞാലും ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്കായി എത്തിക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും നമ്മളെ ഇത്തരത്തിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും നിങ്ങളുടെ എല്ലാ സ്റ്റാഫിനും ഇതിനെക്കുറിച്ചിട്ടൊരു പ്രാഥമിക വിവരം വേണമെന്ന ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് ഇങ്ങനൊരു ക്ലാസ് സംഘടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ വിളിച്ചിട്ട്, ആരായിക്കോട്ടെ, ഒരാളെ വിളിച്ചിട്ട്, ഒരു ഫസ്റ്റ് എയ്ഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ഇത്തരം ഒരു ക്ലാസ് എത്ര ആളുണ്ട്? 60ഓളം, 100-നടുത്തോളം വരുന്ന നിങ്ങൾക്കത് അറേഞ്ച് ചെയ്യാൻ ഈ മാനേജ്മെൻറ്റ് എടുത്തൊരു തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതിന് കവിഞ്ഞൊരു വലിയൊരു പുണ്യമില്ല. അപ്പോൾ നമ്മൾ ഈ CPRനെ കുറിച്ചിട്ട് പ്രാഥമികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ ചെയ്യേണ്ടതുള്ളൂ. ഒന്ന് ചെസ്റ്റ് കംപ്രഷനും അതേപോലെ ബ്രീത്തിങ്ങും കൊടുക്കുക. ഈ ബ്രീത്തിങ് തന്നെ അത് നമ്മൾ കംഫർട്ടബിൾ ആയെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ചെസ്റ്റ് കംപ്രഷൻ അല്ലെങ്കിൽ ഹാൻഡ് CPR എന്ന് പറയും, അത് കൊടുത്താലും മതി. ഇതൊരു ഫസ്റ്റ് എയ്ഡാണ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ആളുടെ ജീവൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നതിന് മുന്നേ നമ്മൾ നൽകുന്ന ചെറിയൊരു വൈദ്യസഹായമാണ്, അല്ലെങ്കിൽ ഒരു വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു, അവരെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയൊരു പ്രവർത്തനമാണ് ഈ ഫസ്റ്റ് എയ്ഡ്. നമ്മളിത് ഈ ഫസ്റ്റ് എയ്ഡ് ചെയ്തിരുന്നാൽ കൂടി എന്ത് ചെയ്യണം? നമ്മളിത് ഹോസ്പിറ്റലൈസ് ചെയ്യണം. നമ്മളൊരിക്കലും നമ്മളൊരു ഡോക്ടറോ അല്ല, ഒരു വിദഗ്ധനല്ല ഈ ഒരു മേഖലയിൽ. നമുക്ക് ഈ ഒരു ഫസ്റ്റ് എയ്ഡിനെ അവരെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രവർത്തനമാണ് CPR. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആർക്കൊക്കെ നൽകണം എന്ന് നമ്മളറിയണം. ആർക്കൊക്കെ നൽകണം CPR? നമ്മൾ CPR പഠിച്ചു, CPR എങ്ങനെ കൊടുക്കേണ്ടതെന്ന് പഠിച്ചു. ഇത് ആർക്ക് നൽകണം? അല്ല, നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെയാണ്. ആർക്കാണ് നമ്മൾ CPR കൊടുക്കണ്ടേ? സാർ ഇവിടെ നിൽക്കുന്നുണ്ട്, സാറിനെ പിടിച്ച് CPR കൊടുത്താലോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെസ്റ്റ് കംപ്രഷനും ബ്രീത്തിങ്ങാണ്. സാർ ഇവിടെ നിൽക്കുന്നുണ്ട്, സാറിനെ പിടിച്ചിട്ട് CPR കൊടുക്കാൻ പറ്റുമോ? ആർക്ക് കൊടുക്കണം? എങ്ങനെയാണ്? എങ്ങനെ? പറഞ്ഞോളൂ കുഴപ്പമില്ല. കുഴഞ്ഞു വീണ ഒരാളെ, പല സാഹചര്യങ്ങളിലും കുഴഞ്ഞു വീഴ ഇല്ലേ? അങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ആൾ ചിലപ്പോൾ 2 അടിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും, കുഴഞ്ഞു വീണുണ്ട്. ആണ്ട്രാ പോയി CPR കൊടുക്കട്ടെ പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പാർക്ക് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ, കുഴഞ്ഞു വീഴുന്ന ഒരു കാരണമാണ്, കുഴഞ്ഞു വീഴുകയാണെങ്കിൽ അയാളുടെ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. 2 കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പൾസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? പൾസ് ലോ ആവുന്നത് എന്തുകൊണ്ടാണ്? പൾസ് താഴ്ന്നു പോകുന്ന അല്ലെങ്കിൽ നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ ഹേർട്ട് പമ്പിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട്, ഹേർട്ടിന് എന്തോ പ്രശ്നമുണ്ട്. അയാളുടെ ഹൃദയത്തിന് ചെറിയൊരു തകരാറ് സംഭവിച്ചത് മൂലമാവാം എന്ത് ചെയ്യുന്നത്? പൾസ് കുറയും. ഇപ്പോൾ എവിടെയാണ് നമ്മൾ പൾസ് നോക്കുക? 8 പോയിന്റുകളുണ്ട്. ഹെമറൽ, ബ്രാച്ചിയൽ, കരോട്ടിഡ്, റേഡിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് 8 പൾസ് പോയിന്റുകളുണ്ട്. അതിൽ നമുക്ക് ഐഡൻറ്റിക്കലായി പെട്ടെന്ന് കിട്ടുന്നത് ഒന്ന് ഈ ഒരു ഭാഗത്താണ്, കരോട്ടിഡ് പൾസ് എന്ന് പറയും. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. പൾസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വിരൽ പിടിക്കുക, ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് അമർത്തി നോക്കണേ. ഒന്ന് അമർത്തി നോക്കിയേ. എല്ലാവരും ഇല്ലേ? എല്ലാവർക്കും കിട്ടില്ലേ? പൾസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് നോക്കിയോക്കെ. ഉണ്ടോ? ചേച്ചി കിട്ടിയെന്നോ? വെറുതെ പറയരുത്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതാ ഈ ഒരു ഭാഗത്ത് ഇല്ലാത്തവരൊന്ന് കൈ ഒന്നിച്ച്. ആർക്കൊക്കെ ഇല്ല? ഇല്ലേ? നോക്കി നോക്കൂ. ഈ ഒരു ഭാഗത്തുണ്ട്. ഈ പൾസ് പോയിന്റിനെ പറയുന്നതാണ് കരോട്ടിഡ് പൾസ്. ഓക്കെ അല്ലേ? ഇതാണ് ഒന്നും കൂടി ഐഡൻറ്റിക്കൽ. അതേപോലെ തന്നെ നമ്മുടെ ഈ തള്ളവിരലിനോട് ഇങ്ങനെ ചേർന്ന് ഈ താഴേക്ക് വരുന്ന ഈ ഒരു ഭാഗത്ത് അവിടെ ഒന്ന് നോക്കി നോക്കൂ.
ഈ പിടിക്കണ സമയത്ത് ഈ 2 വിരലുകൾ ഇങ്ങനെ പിടിച്ചു നോക്കുക. അമർത്തി നോക്കി കിട്ടിയോ? ഇല്ല ചേച്ചി, ഒന്ന് പരസ്പരം അങ്ങോട്ട് നോക്കി നോക്കോളൂ. നമുക്കൊന്ന് ഡെമോ കാണിക്കാൻ സാധനം കിട്ടി? എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഒന്ന് ഈ ഒരു സൈഡിലുണ്ട്, ഒന്ന് ഈ ഒരു സൈഡിൽ. കിട്ടിയില്ലേ? എന്തോ പ്രശ്നമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ കയ്യിൻ്റെ ഈ ഒരു അടിഭാഗത്തുണ്ട്, ഈ ഒരു അടിഭാഗത്ത് ബ്രാച്ചിയൽ എന്ന് പറയും, ബ്രാച്ചിയൽ പൾസ്. ഈ കയ്യിൻ്റെ ഈ മസിലിൻ്റെ ഒക്കെ അടിഭാഗത്തായിട്ട് അത് ഒരു രീതിയിൽ നല്ലൊരു അമർത്തി കൊടുക്കണം. എനിക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഈ ഒരു അടിഭാഗത്ത് ഇവിടെ ഒന്നും ഇങ്ങനെ പിടിച്ചു നോക്കി, എൻ്റെ വിരലിൻ്റെ മുകളിലൊക്കെ ഈ ഒരു രീതിയിൽ ഇവിടെ കിട്ടണില്ല ചേട്ടാ. അമർത്തി പിടിക്കണം. ഓക്കെ അല്ലേ? ഇവിടുത്തെ പോയിക്കൂടുന്ന തോന്നുന്നു. ഈ ഒരു സൈഡിലും ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ തുടയിടക്കിൽ ഇവിടെയും പിടിച്ചാലും കിട്ടും. അങ്ങനെ 8ഓളം പൾസ് പോയിന്റ് ഉണ്ട്. ഇവിടെ ഫെമറൽ പൾസ് പോയിന്റ് എന്ന് പറയും. അങ്ങനെ ഒരു 8ഓളം പൾസ് പോയിന്റ് ഉണ്ട്. നമുക്ക് ഐഡൻറ്റിക്കലായിട്ട് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്നത് ഈ ഒരു ഭാഗത്ത്. ഓക്കെ അല്ലേ? അത് ഈ ഒരു ഭാഗത്തും. ഈ പൾസ് പോയിന്റ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൾക്ക് പൾസ് കുറവാണെങ്കിൽ എന്ത് നമ്മൾ മനസ്സിലാക്കണം? അയാളുടെ ഹേർട്ടിൻ്റെ പമ്പിങ്ങിന് ചെറിയൊരു തകരാറുണ്ട്. പിന്നെ അയാൾ ബോധക്ഷയം വന്ന് കിടക്കുകയാണെങ്കിൽ ഹേർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരാൾക്കാണ് നമ്മൾ എന്താണ് CPR കൊടുക്കേണ്ടത്. അല്ലാതെ എല്ലാ കുഴഞ്ഞു വീഴുന്ന ആൾക്കും എന്ത് ചെയ്യണ്ട? CPR കൊടുക്കണ്ട. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ വല്ല ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരാവും, അവർക്കൊന്നും ബോധം പോയിണ്ടാവും, പക്ഷെ എന്തുണ്ട്, ഹേർട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ആർക്കാണ് നൽകേണ്ടതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആരുടെ പ്രഷർ നോക്കുക. പ്രഷർ ലോ ആയ ഒരാൾക്ക് എന്ത് മനസ്സിലാക്കാതെ ഹൃദയത്തിന് എന്തോ ഒരു തകരാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ CPR നൽകാം, നോക്കുക. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ റെസ്പോൺസ് ചെക്ക് ചെയ്യുക. ആൾ ബോധം കെട്ട് ഒരനക്കുമില്ല എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ അല്ലേ? അയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അയാളുടെ ഹൃദയത്തിന് എന്തോ ഒരു തകരാറുണ്ട്. ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ട. ഒന്ന് ചെസ്റ്റ് കംപ്രഷനും ബ്രീത്തിങ്ങും. ഓക്കെ അല്ലേ? അത് എങ്ങനെ നമുക്ക് ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഡെമോ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ നിന്ന് എല്ലാവർക്കും കാണാമല്ലോ? ഇവിടെ നിന്നാ പോരെ? വെള്ളം നമ്മൾ ക്ലാസ് എടുക്കുന്ന ചെറിയൊരു കോഡിലൂടെയാണ് DRS. നമ്മൾ ഡോക്ടർ എന്ന് പറയില്ലേ, അതിൻ്റെ DRS ABC ഒരു 6 കോഡ് ഇട്ടിട്ടാണ് ഞാൻ നിങ്ങളെ CPR മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. അതിൽ D എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ, R പറഞ്ഞാൽ റെസ്പോൺസ്, S പറഞ്ഞാൽ ഷൗട്ട് ഫോർ ഹെൽപ്പ്, A എന്ന് പറഞ്ഞാൽ എയർവേ, B എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്, C പറഞ്ഞാൽ ചെസ്റ്റ് കംപ്രഷൻ. ഒന്നുമില്ല, ചെസ്റ്റ് കംപ്രഷനും ബ്രീത്തിങ്ങേ CPRലുള്ളൂ. പക്ഷെ ഞാനത് എങ്ങനെ ഒന്നുകൂടി പ്രൊഫഷണലായിട്ട് നമുക്ക് ആ ഒരു രീതി നമ്മൾ സമീപിച്ചെടുക്കാമെന്നാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നത്. ഓക്കെ അല്ലേ? ആദ്യം എന്താ പറഞ്ഞാൽ ഡേഞ്ചറാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ അല്ലേ? D എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ABC എന്ന് പറയും. D എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരാളുടെ ബോധക്ഷയം സംഭവിക്കാം? ഒരാൾക്ക് എങ്ങനെ ബോധക്ഷയം സംഭവിക്കാം? ഇലക്ട്രിക് ഷോക്ക് അടിച്ചാൽ വരില്ലേ? ഇലക്ട്രിക് ഷോക്ക് അടിച്ചാൽ വരാം. സാധാരണ ഉള്ള കുഴഞ്ഞു വീഴ്ച ഉണ്ടാവാം. പിന്നെ നമ്മൾ വെള്ളത്തിലെല്ലാം മുങ്ങിപ്പോയിട്ട് ഉണ്ടാവുന്ന വരാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് കിടക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുകളിൽ കണക്ഷൻ ഉണ്ടാവും, സപ്ലൈ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സപ്ലൈ ആദ്യം തട്ടി മാറ്റണം.
ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു ഡേഞ്ചർ ഏരിയ നമ്മൾ മാറ്റി വെക്കണം എന്നാണ് ഡി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡേഞ്ചർ ഏരിയ മാറ്റി വെക്കണം. നമ്മളിപ്പോൾ ഷോക്ക് അടിച്ചിട്ട് ഒരാളവിടെ നിൽക്കുകയാണ്, നമ്മൾ വേഗം പോയി പിടിക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ് അത് നമ്മളുടെ ജീവന് കൂടി അപകടത്തിലാവും. അതുകൊണ്ട് എന്താണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം. അവിടെ ഡേഞ്ചർ എന്നുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. അതിനെക്കുറിച്ച് നമ്മൾ അലേർട്ട് ആവണം. നമ്മൾ പെട്ടെന്ന് നിന്ന് ഇങ്ങനെ ഒരാൾ ഷോക്ക് അടിച്ചിരിക്കുന്നുണ്ട് വേഗം പോയിട്ട് പിടിച്ച് നമ്മൾ ജീവനും കൂടി അപകടമാവും. അതുപോലെ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ആവുന്ന ആൾ ഈ വെള്ളത്തിൽ മുങ്ങി താഴുന്നവരൊന്നും ഡയറക്റ്റ് പോയി പിടിക്കാനേ പാടില്ല. എന്താ അറിയോ? അവർ നമ്മളെയും പിടിക്കും. അവരെങ്ങനെയും ഒന്ന് ജീവൻ രക്ഷപ്പെട്ട വെച്ചിട്ട് കയ്യൊക്കെ ഇട്ട് കുടയണേൻ്റെ ഇടയിൽ നമ്മളെയും പിടിച്ച് താഴ്ത്തും. ഒരാളെ വെള്ളത്തിലൊക്കെ രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ പരമാവധി അയാളുടെ ബാക്കിലൂടെ പോയിട്ട് വേണം പിടിക്കാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഡേഞ്ചർ എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മളെപ്പോഴും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, പിന്നെ റെസ്പോൺസാണ് ഡോക്ടേഴ്സ് ABCയിലെ രണ്ടാമത് 6 റെസ്പോൺസാണ്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരാൾ കിടക്കുകയാണ്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ റോട്ടിലൊക്കെ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ നമുക്ക് നടു റോട്ടിൽ നിന്ന് CPR കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്താണ് സുരക്ഷിതമായൊരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മാറ്റുക. ആ ഡേഞ്ചർ എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ മാറ്റി നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റുക. മാറ്റുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു നിരപ്പായ സ്ഥലത്ത് അദ്ദേഹത്തെ കിടത്താൻ നോക്കുക. ബെഞ്ചിൻ്റെ മുകളിലൊന്നും വെക്കരുത്, ടേബിളിൻ്റെ മുകളിലൊന്നും കിടത്തരുത്. അതെന്താണെന്ന് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അത് കംപ്രഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അതേപോലെ നിരപ്പായൊരു സ്ഥലത്ത് കിടത്തുക. ഓക്കെ അല്ലേ? നിരപ്പായൊരു സ്ഥലത്ത് കിടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിനോട് ഈ ഒരു ലെവലിൽ ചേർന്നിരിക്കുക. ഓക്കെ, ഈ ഒരു ലെവലിൽ ചേർന്നിരിക്കുക. ഒത്തിരി വൈഡായി പോരുത്. ഇപ്പോൾ അദ്ദേഹം അവിടെ കിടക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നിരിക്കരുത്. കാരണം എന്താ, നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രഷർ കറക്റ്റ് കിട്ടില്ല. ഓക്കെ അല്ലേ? ഒത്തിരി വൈഡായി പോകരുത്. ദൂരക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന പ്രഷർ അദ്ദേഹത്തെ കറക്റ്റ് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തിനോട് ചേർന്ന് പോയിരിക്കുക. ക്ലിയർ? ചേർന്ന് പോയിരിക്കുക. എന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് തട്ടി വിളിക്കുക. ചേട്ടാ ചേട്ടാ ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് തട്ടി വിളിച്ച് നോക്കുക. പിന്നെ ഇവിടെയും വേണമെങ്കിൽ ഒന്ന് തട്ടി വിളിച്ച് നോക്കുക. നമ്മളെ അയൽവാസികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തട്ടി വിളിക്കുക കേട്ടോ. നല്ല രീതിയിലൊന്ന് തട്ടി വിളിച്ച് നോക്കുക. ഓക്കെ അല്ലേന്ന്? ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് ആ പാനിക് ആണെങ്കിൽ അടുത്ത പരിപാടി എന്താ ചെയ്യുക? ആദ്യം എന്താ പറഞ്ഞത്, ഡേഞ്ചർ ചെക്ക് ചെയ്തു, പിന്നെ റെസ്പോൺസ് നമ്മൾ ചെക്ക് ചെയ്തു, ഒരു അനക്കുമില്ല. അടുത്ത നമ്മൾ എന്ത് ചെയ്യുക, എസ് പറഞ്ഞാൽ ഷൗട്ട് ഫോർ ഹെൽപ്പ്. അതായത് CPR എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ പ്രോഗ്രാമാണ്. കുറച്ച് ശക്തി ഉപയോഗിക്കണം. നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് മറ്റൊരാളെ സഹായത്തിന് വിളിക്കണം. ഓക്കെ അല്ലേ? മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമ്മൾ ടയേർഡാവും. 1 മിനിറ്റിൽ 100 to 120 വട്ടം നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ നടത്തണം. ഓക്കെ, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതോടുകൂടി കംപ്രഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ വെറുതെ കൊടുക്കുകയല്ല, ഒരു 5 സെൻറ്റിമീറ്ററെങ്കിലും താഴണം അദ്ദേഹത്തിൻ്റെ ഈ ലങ്സിൻ്റെ ഏരിയ. ഓക്കെ അല്ലേ? ഈ ഒരു ചെസ്റ്റ് ഒരു 5 സെൻറ്റിമീറ്റർ, ഒരു 2 ഇഞ്ചോളം താഴണം. അപ്പോൾ നമ്മൾ അത്രയും ബുദ്ധിമുട്ടി കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ വാരിയലിലൊക്കെ ചിലപ്പം പൊട്ടിപ്പോവാം. പൊട്ടിപ്പോയ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജീവനാണോ വലുത്, വാരിയലിലാണോ പ്രശ്നം? ജീവനല്ലേ? രണ്ടിനും പ്രാധാന്യമുണ്ട്. പക്ഷെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്താണ്? ജീവനാണ്. അയാൾക്ക് ജീവനില്ല, വാരിയല്ലോണ്ട് എന്ത് ഉപയോഗം? ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു രീതിയിൽ അടുത്ത് പോയിരിക്കുക. ക്ലിയർ? അപ്പോൾ ഡേഞ്ചർ നമ്മൾ ചെക്ക് ചെയ്തു, കുഴപ്പമില്ല, ഇവിടെ വേറൊരു ബുദ്ധിമുട്ടുമില്ല, റോഡ് സൈഡിലൊന്നല്ല, റോഡിൻ്റെ നടുവിലൊന്നല്ല, ഇലക്ട്രിക് ഷോക്ക് എന്ത് കണക്ഷനൊന്നുമില്ല, സേഫ് ആയിട്ടുള്ളൊരു പ്ലേസിലാണ് നമ്മൾ കിടത്തിയിരിക്കുന്നത്, നിരപ്പായുള്ളൊരു സ്ഥലത്താണ് നമ്മൾ കിടത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ റെസ്പോൺസ് ചെക്ക് ചെയ്തു, ആൾ ബോധാവസ്ഥയിൽ തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഷൗട്ട് ഫോർ ഹെൽപ്പ്. അടുത്തൊരാളോട് പറഞ്ഞു, ചേട്ടാ ഒരു ആംബുലൻസിനെ വിളിക്ക്. ആംബുലൻസിനെ ഏതിലാണ് വിളിക്കുക? 108. അതായത് 108 വിളിക്കാൻ കാരണം എന്താ? നമ്മളെ നാട്ടിലുണ്ട് ചെറിയ ആംബുലൻസ്. 108ൻ്റെ പ്രത്യേകത എന്താ? ഫെസിലിറ്റീസ് സിലിണ്ടറും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. ഓക്കെ അല്ലേ? എമർജൻസി നമ്പേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക. 101 ഏതിൻ്റെയാണ്? ഫയർ സർവീസ് അല്ലേ? 100 പോലീസ്. അതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. KCB എത്രയാണ്?
1947 കൊടുക്കൂല എന്നാണ് പറയല്ലേ. 1947. പിന്നെ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക നമ്മളുടെ സൈബർ ഫ്രോഡ് തടയാനുള്ള ഏതാണ് ഇത്, അതുമായി ബന്ധപ്പെട്ടല്ലേ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. സൈബർ ഫ്രോഡ് തടയാനുള്ള ഏതാണ്? ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കേൾക്കാമല്ലോ, 1930 ഓക്കെ അല്ലേ. 181 എന്താ അറിയോ? വുമൺ പ്രൊട്ടക്ഷൻ. ഓക്കെ അല്ലേ. 181. 1091 അതന്നെ. 1098 ചൈൽഡ് പ്രൊട്ടക്ഷൻ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഞാൻ ജസ്റ്റ് പോകുന്ന വഴിക്കൊന്ന് പറഞ്ഞു പോയി എന്നുള്ളൂ. എങ്ങനെയാണ് നമ്മളൊരു ആംബുലൻസിനെ വിളിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് ABC D ഡേഞ്ചർ ചെക്ക് ചെയ്തു, R റെസ്പോൺസ് ചെക്ക് ചെയ്തു, S ഷൗട്ട് ഫോർ ഹെൽപ്പ് ചെയ്തു. പിന്നെ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എയർവേ എന്ന് പറഞ്ഞാൽ നമ്മളെ വായ ഓക്കെ ആണോ എന്ന് നമ്മൾ ജസ്റ്റ് നോക്കുക. പിന്നെ കുഴഞ്ഞ് വീഴുന്ന സമയത്ത് ചിലപ്പോൾ അദ്ദേഹം വൊമിറ്റ് ചെയ്യാം, വേസ്റ്റ് ഉണ്ടാവാം. ഓക്കെ അല്ലേ. എല്ലാം ഇനിയിപ്പോൾ നമ്മൾ ഒരു ആക്സിഡൻ്റ് ആയ ആളതിനാണ് CPR കൊടുക്കാൻ പോകുന്നെങ്കിൽ പെട്ടെന്ന് വായിലൊക്കെ ബ്ലഡ് എല്ലാം ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറ്റണം. അതേപോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ആളാണെങ്കിൽ ഈ ചണ്ടി ഇതൊക്കെ കടിച്ച് വലിച്ച് അങ്ങനെ ഇടാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു വെപ്രാളത്തിൽ എല്ലാ സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ എയർവേ ക്ലിയർ ആക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ D ഡേഞ്ചർ, R റെസ്പോൺസ്, S ഷൗട്ട് ഫോർ ഹെൽപ്പ്, A എന്ന് പറഞ്ഞാൽ എയർവേ ക്ലിയർ ആണെങ്കിൽ എന്ത് ചെയ്യുക, ബ്രീത്തിങ് നമ്മൾ നൽകുക. ഓക്കെ അല്ലേ. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ 2 ബ്രീത്ത് കൊടുക്കുക, 2 റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുക, 30 ചെസ്റ്റ് കംപ്രഷൻ നൽകുക. ഓക്കെ അല്ലേ. 30 ചെസ്റ്റ് കംപ്രഷൻ നൽകിയതിന് ശേഷം, അല്ലെങ്കിൽ 2 ബ്രീത്ത് ആദ്യം നൽകുക, എന്നിട്ട് 30 ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുക. ആ ഒരു പ്രോസസ്സ് തുടർന്നു കൊണ്ടേയിരിക്കുക. ഏതുവരെ? റെസ്പോൺസ് കിട്ടുന്നവരെ, അല്ലെങ്കിൽ മറ്റൊരാൾ ഹെൽപ്പിന് വരുന്നവരെ, ആംബുലൻസ് സൗകര്യം വരുന്നവരെ. വന്നാലും നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ. ഡോക്ടറെ ഹെൽപ്പ് കിട്ടുന്നവരെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു എന്താണ്, നമ്മളൊരു ഫസ്റ്റ് എയ്ഡറാണ്. നമുക്ക് ഇദ്ദേഹത്തിന് ചെറിയൊരു ചികിത്സ നമുക്ക് നൽകാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എയർവേ ചെക്ക് ചെയ്തിട്ട് ബ്രീത്തിങ് കൊടുക്കുകയാണ്. B എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് കൊടുക്കേണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തെല്ലാം ഇങ്ങനെ ഇരിക്കുന്നതാണ് വിചാരിച്ചോ. കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഈ വായിലൂടെ കൊടുക്കുന്ന ബ്രീത്ത് കറക്റ്റ് എത്തിക്കൊള്ളണം എന്നില്ല. ഓക്കെ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചൊന്ന് പൊക്കി വെക്കുക. ഓക്കെ. തല ഒന്ന് ജസ്റ്റ് പൊക്കി വെക്കുക. ഹെഡ് ടിൽത്ത് ചിൻ ലിഫ്റ്റ് എന്ന് പറയും. ഈ ചിന്നൊന്ന് പൊക്കി വെക്കുക. അപ്പോൾ ഏകദേശം ഇവിടെ ഒരു ഫ്ലോ കറക്റ്റ് കിട്ടും. ഓക്കെ അല്ലേ. നമ്മൾ ഈ ബ്രീത്ത് കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ലങ്സ് എന്ത് ചെയ്യുക, വീർക്കുന്നവരെ കൊടുക്കുക, അല്ലെങ്കിൽ അത്രയും ശക്തിയായിട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ. അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് കൊടുക്കേണ്ട സമയത്ത് ഞാനൊന്ന് വിട്ടുപോയി. അദ്ദേഹത്തിന് ഒന്ന് അടിച്ചു നോക്കിയിട്ട് അദ്ദേഹം ബ്രീത്ത് ചെയ്യണില്ല എന്നൊക്കെ ഒന്ന് ഈ ഒരു രീതിയിൽ നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നോക്കണമെന്ന് പറയാൻ ലുക്ക്, ലിസൺ, ഫീൽ എന്ന് പറയും. അതായത് നമ്മളിങ്ങനെ ലുക്ക് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ വയറ് വീർക്കുന്നുണ്ടോ, ബ്രീത്തിങ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ മൂക്കിലൂടെ ബ്രീത്ത് എടുക്കുന്നോ ഔട്ട് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും, ലുക്ക് ചെയ്യാൻ പറ്റും, ലിസൺ കേൾക്കാൻ പറ്റും, ബ്രീത്ത് എടുക്കുന്ന സൗണ്ട്, അതേപോലെ ഫീൽ ചെയ്യാൻ പറ്റും. ലുക്ക്, ലിസൺ, ഫീൽ. ഓക്കെ അല്ലേ. അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്രീത്തിങ് കൊടുക്കുകയാണ്. ബ്രീത്തിങ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഹെഡ് ഒന്ന് പൊക്കി പിടിക്കുക. പൊക്കി പിടിച്ച് മൂക്കൊന്ന് അമർത്തി പിടിക്കുക. എന്തിനാണ് മൂക്ക് അമർത്തി പിടിക്കുന്നത്? അയാൾ ശ്വാസം എടുക്കരുത് വെച്ചിട്ടാണോ? എന്താണ്, നമ്മൾ ഈ കൊടുക്കുന്ന എയർ കറക്റ്റ് അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ. കൊടുക്കുന്ന സമയത്ത് മൂക്ക് അമർത്തി പിടിച്ച് മൗത്ത് ടു മൗത്ത് കൊടുക്കുക. ഓക്കെ അല്ലേ. മൗത്ത് ടു മൗത്ത് നല്ല ശക്തിയായിട്ട് ഊതി കൊടുക്കുക. ഡയറക്റ്റ് നമുക്ക് അയാളെ ലിപ്പ് ലോക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഇനി മടിയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കർച്ചീഫ് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ. അല്ലെങ്കിൽ വിരലിങ്ങനെ വെച്ചിട്ട്, അല്ല കൈ ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ. ഏറ്റവും ബെറ്റർ എന്താണ്, മൗത്ത് ടു മൗത്ത് ലിപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണ്, നമുക്കൊരു ജീവൻ രക്ഷിക്കാനാണ് വേണ്ടത്. ഇനി അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ അങ്ങനെ പഠിക്കേണ്ട, സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സ്കിപ്പ് ചെയ്യേണ്ട, നമ്മൾ മാക്സിമം കൊടുക്കുക. ഒരു ജീവൻ രക്ഷാപ്രവർത്തനമാണിത്. ഓക്കെ അല്ലേ. അപ്പോൾ കൊടുക്കുക. ബ്രീത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചെസ്റ്റ് കംപ്രഷൻ നൽകുക. ചെസ്റ്റ് കംപ്രഷൻ നൽകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അടുത്തിരിക്കുകയാണ്. അടുത്തിരുന്നിട്ട് നമ്മളെ ഏത് കൈയാണോ നമ്മളെ പവർ ഉള്ളത്, നമ്മൾ വലത് കൈയും ഇടത് കൈയും പവറുള്ളവരുണ്ടാവും. പവർ ഹാൻഡ് അടിയിൽ വെച്ച് ഈ ഒരു രീതിയിൽ പിടിക്കുക. ക്ലിയർ അല്ലേ. ഈ ഒരു രീതിയിൽ പിടിച്ച് മുട്ട് വളയാതെ അദ്ദേഹത്തിൻ്റെ
ഈ നിപ്പിൾ ടു നിപ്പിളിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട്. ഓക്കെ അല്ലേ? എവിടെയെങ്കിലും പോയി കൊടുത്താൽ പോരാ, ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു പോർഷൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളെ പവർ ഹാൻഡ് താഴെ വെച്ച് ഈ കൈമുട്ട് വളയാതെ, ഇതിപ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇത് വളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കറക്റ്റ് പ്രഷർ കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു കൈ ഈ ഒരു രീതിയിൽ പിടിച്ച് ബെൻഡാവാതെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കൈയേറ്റല്ല കൊടുക്കുന്നത്, അപ്പർ ബോഡി മൊത്തം 1. ഓക്കെ അല്ലേ? ശക്തിയായിട്ട് തന്നെ കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 20 1 2 3 4 5 6 7 8 9 30. ഓക്കെ അല്ലേ? 30 എണ്ണം കൊടുക്കുക ഈ രീതിയിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രീത്ത് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ക്ലിയർ അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് പറ്റും. ജീവൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നത് തടയാൻ നമുക്ക് പറ്റും. ഫസ്റ്റ് എയ്ഡിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മളെ ഇന്ത്യയിലൊക്കെയാണ് കുറച്ചുള്ളത് ഈ ഫസ്റ്റ് എയ്ഡ്. ബാക്കി എല്ലാ രാജ്യത്തും ഫസ്റ്റ് എയ്ഡിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ആണ്. തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറല്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് പഠിച്ചു കഴിഞ്ഞാൽ പറ്റും. ക്ലിയർ അല്ലേ? ഈ ഒരു രീതിയിലാണ് നമ്മൾ CPR നൽകേണ്ടത്. നമ്മൾ ഒരിക്കലും പാനിക് ആവേണ്ടതില്ല. നമ്മൾ കൂളായിട്ട് ഒരാളെ ഹെൽപ്പിന് വിളിച്ച് സാവധാനം ചെയ്യേണ്ട ഒരു കാര്യം. സാവധാനം പറഞ്ഞാൽ മെല്ലെ കാപ്പിയൊക്കെ കുടിച്ച് പോയി ചെയ്യേണ്ടതല്ല, നമ്മളൊന്ന് കൂളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ അല്ലേ? ഇത്രയാണ് ഈ CPR നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് പ്രാക്ടീസ് തന്നെയാണ്. ചോക്കിങ് എന്നാണ് പറയുക. തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിക്കഴിഞ്ഞാൽ അവരെ ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യേണ്ടത് ഇതേപോലെയാണ്. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഒരാൾ ഓക്കെ അല്ലേ? ഇദ്ദേഹത്തിൻ്റെ തൊണ്ടയിലാണ് ഇപ്പോൾ ഭക്ഷണം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തൊണ്ടയിൽ കുടുങ്ങുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തരിപ്പ് കയറുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഫുഡ് അയാളുടെ ലങ്സിലോട്ട് പോകുന്നതാണ്. ഓക്കെ അല്ലേ? എങ്ങനെ പോകുന്നത്? എന്തുകൊണ്ടാണ് പോകുന്നത്? ഇന്ന് ക്വാണ്ടിറ്റി കൂടാം. ഓക്കെ അല്ലേ? ശ്രദ്ധയില്ലാതെ കഴിക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടിയിട്ട് പോവാം. ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ മുലപ്പാൽ കൊടുക്കുമ്പോഴൊക്കെ സംസാരിക്കരുത് എന്നൊക്കെ പറയാറില്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒന്നും കൂടി പ്രഷർ വരികയാണ്. അപ്പോൾ ഒന്നും കൂടി പാല് കുറച്ചധികം ഫ്ലോ ആവാനുള്ളൊരു സാധ്യത ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ ഈ ശ്വസിക്കുന്നത്. നമ്മൾ ഈ ശ്വസിക്കുന്ന ഈ വായും ഭക്ഷണവും ഒരേപോലെ പോയിട്ട് കൂട്ടിമുട്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ലങ്സിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഒരാളുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് ചിലപ്പോൾ പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അദ്ദേഹം ഇങ്ങനെ അബ്നോർമലായിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടും, കണ്ണിന്ന് വെള്ളം വരും, ചുമയ്ക്കും, ശക്തിയായി ചുമയ്ക്കാൻ ശ്രമിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കുടുങ്ങിയതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അദ്ദേഹത്തെ ഈ ഒരു രീതിയിൽ നമ്മൾ കുനിച്ച് നിർത്തുക. കുനിച്ച് നിർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഒരു കാല് അദ്ദേഹത്തിൻ്റെ കാലിനോട് കൂടി ഇടണം. രണ്ട് കാലിൻ്റെ ഇടയിലേക്ക് തന്നെ. എന്തിനാണ്? നമ്മളെ ബോഡി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ പോയി നിന്നാൽ ചിലപ്പോൾ അദ്ദേഹം ഒന്ന് ഫ്രണ്ടിലോട്ട് പോയാൽ നമ്മളും പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ കാലിട്ടിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ 2 സൈഡില്ലേ, ഈ 2 ഷോൾഡറിൻ്റെ ഈ ഒരു സൈഡിലോട്ട് ശക്തിയായി തള്ളി അടിക്കുക. ഓക്കെ അല്ലേ? തള്ളി അടിക്കുക. ഇങ്ങനെ അടിക്കുകയല്ല, ശക്തിയായിട്ട് ഈ രീതിയിൽ തള്ളി അടിക്കുക. രാവിലെ എന്തെങ്കിലും കഴിച്ചെന്നാൽ തള്ളി അടിക്കുക. ഓക്കെ അല്ലേ? ഈ രീതിയിൽ തള്ളി അടിച്ചു കൊടുക്കുക. ഞാൻ അടിക്കുന്നില്ല. ഈ രീതിയിൽ നമ്മുടെ ഈ കൈയിൻ്റെ ഈ ഒരു ഏരിയ കൊണ്ട് തള്ളി അടിച്ചു കൊടുക്കുക. ഓക്കെ? ഒരു 5 വട്ടമൊക്കെ തള്ളി അടിച്ചതിന് ശേഷം ആളെന്നെ നിവർത്തി കൈപ്പത്തി ഈ ഒരു രീതിയിൽ പിടിക്കുക. ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പൊക്കിളിൻ്റെ ജസ്റ്റ് മുകളിൽ ഈ ഒരു രീതിയിൽ പിടിക്കുക. ഓക്കെ അല്ലേ? എന്ന് ഇടത് കൈ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് ഉള്ളിലോട്ട് പ്രസ് ചെയ്തിട്ട് മുകളിലോട്ടാക്കുക. ഒരു L ഷേപ്പ്. ഓക്കെ അല്ലേ? ഇങ്ങനെ പ്രസ് ചെയ്ത് മുകളിലോട്ടാക്കുക. കുറച്ച് ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതൊരു 2-3 വട്ടം ചെയ്യുക. ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുടുങ്ങിയ ഭക്ഷണം പുറത്തേക്ക് വരാൻ വരും. സാധ്യത നല്ല വരും. ഓക്കെ അല്ലേ? കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ ടവളും കൂടി അമർത്തി പിടിക്കുക. ടവളും കൂടി അമർത്തി പിടിച്ച് എന്ത് ചെയ്യുക,
നമ്മളൊരു ചെയറിലിരിക്കുക. ചെയറിലിരുന്നിട്ട് ആ കുട്ടീനെ എന്ത് ചെയ്യുക, നമ്മുടെ കാൽമുട്ടിയിൽ ഈ വെച്ചിട്ട് കാൽമുട്ട ഒന്നിങ്ങനെ ചരിച്ചു കൊടുക്കുക. അപ്പോൾ ആ ബോഡി ഒന്നിങ്ങനെ ചരിഞ്ഞ് നിൽക്കും. ചരിഞ്ഞ് കഴിഞ്ഞ് ഇതേപോലെ കൊടുക്കുക. ഓക്കെ അല്ലേ? ഇതുപോലെ കൊടുത്ത് ജസ്റ്റ് നോക്കുക. ഭക്ഷണ വേസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യുക. CPR കുട്ടികൾക്ക് നൽകേണ്ട സമയത്തും എന്ത് ചെയ്യുക, സെയിം മെത്തേഡാണ്. 15 വട്ടം ചെയ്താൽ മതി. ചെയ്യുമ്പോൾ വല്ലാണ്ട് പ്രസ് ചെയ്യേണ്ട, ഒരു 2 വിരലുകൾ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി കുട്ടികളാകുമ്പോൾ. ഓക്കെ അല്ലേ? അഡൾട്ട്സിന് മുതിർന്നവരാകുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ കൈ ഇങ്ങനെ വെച്ച് ചെയ്യുക. കുട്ടികളാകുമ്പോൾ 2 വിരൽ വെച്ച് ചെസ്റ്റ് കംപ്രഷൻ നൽകിയാൽ മതി. 15:2 ചെയ്താൽ മതി. വലിയ ആൾക്കാരാണെങ്കിൽ 30:2 ചെയ്യുക. ഓക്കെ അല്ലേ? ചോക്കിങ് ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ആർക്കും വരാം. ബുദ്ധിമുട്ടാവുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്യുക. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഞാൻ കുറച്ച് സമയം കൊണ്ടാണ് പറഞ്ഞു തീർത്തത്. എനിക്ക് എത്രത്തോളം മനസ്സിലായി എന്നൊക്കെ അറിയില്ല കേട്ടോ. ഒന്നും കൊടുക്കരുത് എന്നാ പറയുക. ഓക്കെ അല്ലേ? അത് ഈ ഒരു കാര്യത്തിൽ എന്നല്ല, നമ്മുടെ ആക്സിഡൻ്റ് ആയ ഒരു കേസാണെങ്കിലും എന്ത് ചെയ്യുക, ഒന്നും കൊടുക്കാതിരിക്കുക. ഭക്ഷണങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. ചിലപ്പോൾ ഇൻറ്റേർണലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ആക്സിഡൻ്റൊക്കെ ആവുകയാണെങ്കിൽ ഇൻറ്റേർണൽ ഡാമേജ് ഉണ്ടെങ്കിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആവും. ഒന്നും കൊടുക്കാതിരിക്കുക. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും അടുത്തുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ CPR നൽകുക, ഒരു വൈദ്യസഹായം, വിദഗ്ധ വൈദ്യസഹായം എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? കൊണ്ടുപോകണ ഇത് പ്രശ്നമില്ല. നമ്മൾ ആക്സിഡൻ്റ് ഒക്കെ ആയാലാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. കാലൊക്കെ മുറിഞ്ഞ ദേഹാഘാതത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? എന്തായാലും ആളെ ചുറ്റി മടക്കി കൊണ്ടുപോകില്ലല്ലോ. ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹെഡ് പൊസിഷൻ എങ്ങനെ വെക്കണം, കൈ എങ്ങനെ വെക്കണം, എല്ലാം. വേറെ ഒന്നും CPRമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ചുമ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് ചുമ ചിലവരിങ്ങനെ പറയും, ശക്തിയായി ചുമച്ച് കഴിഞ്ഞാൽ റിക്കവേർഡ് ആവും. അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. നമ്മൾ ചുമച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മളെ ഹേർട്ട് ഒന്നുകൂടി പമ്പ് ചെയ്ത് തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പൊതുവേ ഇങ്ങനെ കേൾക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അതേപോലെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ തെറ്റായിട്ട് വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് വെക്കുക എന്നൊക്കെ വേണ്ടത്. അതൊക്കെ ചെയ്യണത് മണ്ടത്തരാണ്. ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒഴുകുന്ന വെള്ളം, അത് ടാപ്പ് തുറന്നില്ല, എന്നിട്ട് കൈ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കയ്യിലാ പൊള്ളിങ്ങ് ടാപ്പിൽ ഇങ്ങനെ കൈ കൊടുക്കുക. ടൂത്ത് വേസ്റ്റ് ആക്കി എന്താ പ്രശ്നം? അത് കെമിക്കലാണ്. അത് ബേൺ കൂടുതലാവാനേ സഹായിക്കുള്ളൂ. ഓക്കെ അല്ലേ? നമ്മളവിടെ കുറേ തെറ്റിദ്ധാരണകളുണ്ട് ഇങ്ങനെ. പിന്നെ അതുപോലെ പാമ്പ് കടിയേറ്റാൽ ആ രക്തം വലിച്ചു ഇങ്ങനെ ആ കടിയേറ്റ ഭാഗത്തു നിന്ന് രക്തം എടുക്കുക, അങ്ങനെ അതൊന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്ന കാര്യങ്ങളല്ല. അതുപോലെ പാമ്പിനെ അടിച്ചു കൊന്നിട്ട് ആ പാമ്പിനെ ഓടിച്ചിട്ട് അടിച്ചിട്ട് അതിനെ കൊണ്ടുപോയി സമയം വേസ്റ്റ് ആക്കേണ്ടതൊന്നും ആവശ്യമില്ല. ആൻജീവനം മിക്കവാറും ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതൊക്കെ കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മുന്നേ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കുറേ അങ്ങനെ കാര്യങ്ങൾ മിത്തല്ല, തെറ്റായി ധരിച്ചു വെച്ച കുറേ കാര്യങ്ങൾ.